ചേട്ടൻ ധൈര്യമായിട്ടിരിക്കും ചേട്ടാ, എന്ത് സംഭവിച്ചാലും ഞാൻ നോക്കിക്കോളാം. ഹാ, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞില്ലേ, പിന്നെ ഇതിലെ ടെൻഷൻ അടിക്കുന്നത്? എന്താടാ കുറെ നേരം ആയില്ലേ? ഓ, ഒന്നും പറയണ്ട. എന്റെ പാവൻ ചേട്ടൻ കുഞ്ഞൊരു വീട് പണിത്, അത് പഞ്ചായത്തിൽ അറിയിച്ചില്ലെന്ന് പറഞ്ഞ് വലിയ പ്രശ്നമായടാ. നിങ്ങളുടെ പഞ്ചായത്താണോ? അതെ. അപ്പൊ പിന്നെ അറിയിക്കണ്ടേ? എന്തിന്? പുതിയ പഞ്ചായത്ത് ഓഫീസ് പണിതപ്പോ എന്റെ വീട്ടിൽ അറിയിച്ചോ? ഇല്ലല്ലോ. പിന്നെന്തിനാ നമ്മൾ അവരെ അറിയിക്കുന്നത്? ഒരു പാല് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, അത് പഞ്ചായത്ത് ആയാലും മുനിസിപ്പാലിറ്റി ആയാലും. എടാ, ഈ പഞ്ചായത്ത് ഓഫീസിനെ അറിയിക്കണം. നീ പഞ്ചായത്തിന്റെ ഭാഗത്താണോ എന്റെ ഭാഗത്താണോ? അതെ, സുധിസാറിനെ അന്വേഷിച്ച ഒരാൾ പുറത്തു വന്നിരിക്കും. ആരാ? വേറെ ആര്? നീ പൈസ മേടിച്ചിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും. വെളുപ്പിനെ മരിച്ചു പോയെന്ന് പറഞ്ഞേക്കും. അയ്യോ അതല്ല, ഇത് കാശ് ഇങ്ങോട്ട് തരാൻ വന്നാ പറഞ്ഞേ. കണ്ടിട്ട് ആളൊരു മാന്യനാന്ന് തോന്നുന്നു. മാന്യന്മാരാടാ നിന്നെ തിരക്കി വരുന്നത്? അറിയില്ലളിയ, നീ ഇവിടെ ഇരുന്ന് എല്ലാം ഫില്ല് ചെയ്തേ. കറക്റ്റ് അഡ്രസ് തന്നെ എഴുതണേ, മാറരുത്. ഫില്ല് ചെയ്തോളൂ. ആരാടാ? ഓടല്ലേ ഓടല്ലേ. അതെ, നമ്മൾ തൽക്കാലം കിഡ്നി വിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല. കിഡ്നിക്കല്ല ഞാൻ വന്നത്. പിന്നെ പറയാം. സുധിയെ കുറിച്ച് ഞങ്ങളെല്ലാം അന്വേഷിച്ചു. കഷ്ടം അല്ലയോ? അതെ. ആ, വീടും പറമ്പും ഒക്കെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാ അത് അതിലും വലിയ കഷ്ടമുള്ള കാര്യമാ അല്ലയോ? പിന്നെ ആ, പെട്ടെന്ന് എടുപിടിന്ന് 20 ലക്ഷം രൂപ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാ അത് അതിലും വലിയ കഷ്ടമുള്ള കാര്യമല്ലയോ? അല്ലയോ? അതെ അതെ. ആ, പക്ഷേ സുധി, നീ വിചാരിച്ചാൽ 10 മാസം കൊണ്ട് 20 ലക്ഷം രൂപ ഉണ്ടാക്കാം. 10 മാസം കൊണ്ടോ? അതെങ്ങനെ? അതൊക്കെ കൊണ്ട്. പക്ഷേ ഈ 10 മാസവും പറയുന്നതനുസരിച്ച് നിൽക്കണം ഇല്ലയോ? അതെ. ആ, മമ്മൂട്ടിക്കാ, നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറ. ഇടാ, ഒന്നുമില്ല, ഒരു ഗർഭം ചുമക്കണം. ഇറങ്ങി പോടോ വെളി. ഈ മുതുക്ക പ്രായത്തിൽ താൻ ചെന്ന് ആർക്കോ ഗർഭം ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ ചുമക്കണോ? എടാ, എനിക്കതിനുള്ള ആംബിയർ ഇല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇതല്ല, പിന്നെ ഒരാളെ ഗർഭമാക്കണം. നിങ്ങൾക്കപ്പൊ അതിന്റെ പണിയുണ്ടല്ലേ? പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എന്തുവാ അത്? എന്തുവാണത്? വട്ടു ഡോക്ടറുടെ കാര്യം. ഒരു വട്ടു ഡോക്ടർ വന്ന് പെട്ടിട്ടുണ്ട്. അയാൾക്ക് ഗർഭിണിയാക്കാൻ ഒരു പുരുഷനെ വേണമെന്ന്. എന്തോ തട്ടിപ്പ് കേസാ. എന്തായാലും എന്താ, 1 മാസം 2 ലക്ഷം രൂപ വച്ച് 10 മാസം കൊണ്ട് 20 ലക്ഷം രൂപ നിനക്ക് കിട്ടും. അതിന്റെ കമ്മീഷൻ എനിക്കും കിട്ടും. എന്തോ പറയുന്നു? 1 മിനിറ്റ്. ഇയാളെ പറഞ്ഞു വിട്. അതെന്താ? ഇയാൾക്ക് മുഴുത്ത ഭ്രാന്താടാ. അല്ലടാ, അയാൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു നിനക്കും ഭ്രാന്തായാടെ? ഭ്രാന്തോ? ഇയാക്കോ? കട സ്ഥലം എവിടാന്നാ പറഞ്ഞേ? ഊളൻ പാറ. ആളെ നോക്കുന്നതിന് മുമ്പ് ഇയാളെ കൊണ്ട് മരുന്ന് കൊടുക്കടാ. ഡോക്ടർ പറഞ്ഞ തടിയുറണെങ്കിൽ ഡെയിലി ഓടണം. ഡോക്ടർക്ക് പറഞ്ഞാൽ മതി. ആരാടാ റോട്ടിൽ കൊണ്ട് വണ്ടി ഇടുന്നത്? ആന്റണിയും ടീമോടാ. അയ്യോ, പിടിച്ച് കേട്ടറാമാരെ. ഓടടാ. ഓടിക്കോടാ. One, two, three. രക്ഷപ്പെട്ടു. പറ്റി കാണോ? അയ്യോ,
ചേട്ടാ എന്നയുടെ കാശ് പിന്നെ തരാം. ഡാ, എങ്ങോട്ടാ? ഇങ്ങോട്ട് പോടാ. അങ്ങോട്ടാ. ഇതാരാടാ? ഡാ, എന്താ ദേ എന്താന്ന് ചോദിക്കുന്നു. ഇങ്ങോട്ട് വാ. ചെല്ലാൻ പറയുന്നു. ആ, എന്താ സുധി? സാർ വലിയൊരു പ്രശ്നത്തിൽ പെട്ടേക്കാ. ഗുണ്ടകളെല്ലാം നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. രക്ഷിക്കണം സാറേ. നിങ്ങൾ വണ്ടി കയറി. താങ്ക് യു സാർ. കേറ്, കേറ്, കേറ്. അങ്ങോട്ട് കേറ്. അങ്ങോട്ടാണ്. അയ്യോ. ദേഹം മുഴുവൻ വേദന. ഓ, എനിക്കുണ്ട്. ദാ, ഇത് കുടിക്ക. താങ്ക് യു സാർ. സ്മോളിൽ വെച്ച് ഇവിടെ ഉണ്ടാവോ? അത് ശരി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അയാൾക്കൊരു 20 ലക്ഷം രൂപ കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ? അതെ, പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയില്ല. അയാൾക്ക് കൊടുക്കാനുള്ള 20 ലക്ഷം രൂപ ഞാൻ തരാം. ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ നല്ല സ്നേഹമുള്ള ആളാണെന്ന്. അതാ നീ എപ്പോ പറഞ്ഞു? ഇപ്പൊ പറഞ്ഞില്ല, അത് തന്നെ ധാരാളം മതി. യെസ്, ഐ ക്യാൻ ഹെൽപ്പ് യു. പക്ഷേ അതിന് പകരമായിട്ട് സുധി എനിക്കൊരു സഹായം ചെയ്യണം. എന്ത് സഹായം? പറയാം. ഞാനിപ്പോ ഒരു പരീക്ഷണത്തില. അതായത് ഈ സ്ത്രീകൾ ഗർഭം ധരിക്കുന്നത് പോലെ തന്നെ വേണമെങ്കിൽ പുരുഷന്മാർക്കും ഗർഭം ധരിക്കാം. യെസ്, ഐ ക്യാൻ പ്രൂവ് ഇറ്റ്. മമ്മൂട്ടിക്ക് ഒരു ഡോക്ടറുടെ കാര്യം പറഞ്ഞില്ലേ, അതിങ്ങരാ പേടിക്കേണ്ട, അയ്യാക്കും ഭ്രാന്താം. പക്ഷേ ഈ പരീക്ഷണം വിജയിക്കണമെങ്കിൽ നല്ല കഴിവും ആരോഗ്യവും സൗന്ദര്യമൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ വേണം. വേണം വേണം, അത് വേണം. ഗർഭത്തിനല്ലേ? ഞാൻ പലരെയും പരീക്ഷിച്ചു നോക്കി, ആരും അങ്ങോട്ട് ശരിയാവുന്നില്ല. അതങ്ങനെ ശരിയാവില്ല അല്ലേ? പ്രത്യേകിച്ച് ഈ ഗർഭം ധരിക്കുന്ന കാര്യമായതുകൊണ്ട്. അതെ അതെ അതെ. എന്റെ അഭിപ്രായത്തിൽ സുധി കറക്റ്റ് ആയിരിക്കും. Correct. സുധി കറക്റ്റ് സുധി correct സുധി ഏത് സുധി? ഈ സുധി. ഞാനോ? ആ. അയ്യോ, എന്നെ കൊണ്ടൊന്നും കഴിയില്ല സാർ. അതെന്താ? ഒന്നാമത് ഞാൻ സാധാരണക്കാരൻ മാത്രമല്ല, എന്റെ വീട്ടിൽ പോലും ആരും ഗർഭം ധരിച്ചിട്ടില്ല. എന്റെ അതെ സുധി, ഈ ഭൂമിയിൽ ഓരോരുത്തരും പിറന്നു വീഴുന്നത് ഓരോ നിയോഗത്തോടെയാണ്. ഇപ്പൊ തന്നെ എനിക്ക് ഒരുപാട് നിയോഗങ്ങളുണ്ട് സാർ. നീ ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഈ പരീക്ഷണത്തിന് തയ്യാറായാൽ അത് ഞാനും നീയും ഈ ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും. ഡോക്ടർ പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല. സുധി, ഈ പരീക്ഷണത്തിന് വേണ്ടി തെരഞ്ഞു നടന്ന എനിക്ക് മറ്റൊരാളെ കിട്ടും. പക്ഷേ സുധിയാവുമ്പോൾ ഏറ്റെടുക്കുന്ന ജോലി ആത്മാർത്ഥതയോടുകൂടി പൂർത്തിയാക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇപ്പൊ തരുന്ന 20 ലക്ഷം രൂപ കൂടാതെ പരീക്ഷണം പൂർത്തിയാവുമ്പോൾ ഒരു 10 ലക്ഷം രൂപയും കൂടെ തരാം. ഇല്ല ഡോക്ടർ, അതൊന്നും ശരിയാവില്ല. എടുത്തു ചാടി ഒരു നോ പറയണ്ട, നല്ലതുപോലെ ആലോചിക്കുക. ശരി സാർ. അങ്ങോട്ട് ബാത്റൂമാ, ഇതാ വഴി. പെട്ടെന്ന് തന്നെ അറിയിക്കാം സാർ. ശരി. നീ വന്നേ. അതെ, നീ എന്താ ആലോചിക്കാനുണ്ടെന്ന് പുള്ളിയോട് പറഞ്ഞത്? ഒന്നും ആലോചിക്കാനില്ല, നിനക്ക് സമ്മതമാണ്, നീ ഒന്ന് പറ. നീ ഒന്ന് പോയേ. ഡാ, ഇവിടെ ആണുങ്ങള് പഠിച്ച പണി 18 നോക്കിയിട്ട് ചില പെണ്ണുങ്ങൾ ഗർഭിണിയാവുന്നില്ല. പിന്നെയല്ല ഇനി ഒരു ആണ് ഗർഭിണിയാൻ പോകുന്നത്. അങ്ങേർക്ക് മുഴുത്ത പ്രാന്താടാ. ഉള്ള സമയത്ത് ആ പൈസ മേടിച്ച് നീ ഒന്ന് രക്ഷപ്പെടാൻ നോക്ക്. അതെ, എന്തായാലും ഞാനൊന്ന് തീരുമാനിച്ചു. നന്നായി. പക്ഷേ നിന്റെ വീട്ടുകാരെ സമ്മതിക്കുമെന്നാ എന്റെ ഒരു പേടി. എടാ, നീ ഗർഭം ധരിക്കുന്നതിന് എന്റെ വീട്ടുകാരുടെ സമ്മതം എന്തിനാ? ഞാനല്ല, നീയാണ് ഗർഭം ധരിക്കാൻ പോകുന്നത്. നിനക്ക് അത്രയ്ക്ക് ദണ്ണുണ്ടെങ്കിൽ നീ പോയി ഗർഭിണിയാവിടെ. അതിന് അയാൾക്ക് എന്നെ വേണ്ടല്ലോ, നിന്നെയല്ലേ വേണ്ടത്. എടാ ഒന്ന് സമ്മതിക്കണം, നല്ല രസമായിരിക്കണം വയറൊക്കെ ഉരുപ്പിച്ചിങ്ങനെ. പോടാ സുധി, ഇങ്ങനെ എങ്ങനെയായിരിക്കും ഒരു പുരുഷനെ ഗർഭം ധരിപ്പിക്കുന്നു? ഇനി ഡോക്ടർ തന്നെ ചിലപ്പോ. അയ്യോ, അങ്ങനൊന്നും ആയിരിക്കില്ല. അയ്യോ,